കൊല്ലം അഞ്ചലിൽ യുവതിയെയും 17 ദിവസം പ്രായമുള്ള ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ പിടിയിൽ. 19 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പിടിയിലായത്. പുതുച്ചേരിയിൽ വ്യാജപേരിൽ താമസിക്കുകയായിരുന്നു രണ്ടുപേരെയും CBI ചെന്നൈ യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് പിടികൂടിയത്. അഞ്ചൽ അലയമൺ സ്വദേശി ദിവിൽകുമാർ, കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത്. 2006 ഫെബ്രുവരി 10-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. അഞ്ചലിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന അലയമൺ സ്വദേശി രഞ്ജിനിയെയും 17 ദിവസം മാത്രം പ്രായമുള്ള 2 പെൺമക്കളെയും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പ്രതിയായ ദിവിൽകുമാറിന്റെ അയൽവാസിയായിരുന്നു രഞ്ജിനി. ഇരുവരും അടുപ്പത്തിലായിരുന്നു. രഞ്ജിനി ഗർഭിണിയായതോടെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി. ഗർഭം അലസിപ്പിക്കാൻ പല പ്രാവശ്യം ദിവിൽകുമാർ നിർബന്ധിച്ചെങ്കിലും രഞ്ജിനി തയ്യാറായില്ല. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ 2006 ജനുവരി 24-ന് രഞ്ജിനി 2 പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. രഞ്ജിനിയുടെ പരാതിയിൽ DNA പരിശോധന നടത്താൻ ദിവിൽകുമാറിന് സംസ്ഥാന വനിതാ കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഇതിന് പിന്നാലെയാണ് രഞ്ജിനിയെ കൊലപ്പെടുത്താൻ ദിവിൽകുമാർ തീരുമാനിച്ചത്. തുടർന്ന് ദിവിൽകുമാറിന്റെ സുഹൃത്തും സൈനികനുമായ കണ്ണൂർ സ്വദേശി രാജേഷുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി. ആശുപത്രിയിൽ വെച്ച് സഹായിക്കാനെന്ന് പറഞ്ഞ് രാജേഷ് രഞ്ജിനിയുമായി പരിചയം സ്ഥാപിച്ചു. പിന്നീട് രാജേഷ് രഞ്ജിനിയുടെ വാടക വീട്ടിൽ വരികയും ദിവിൽകുമാറുമായുള്ള വിവാഹത്തിന് സഹായിക്കാമെന്നും പറഞ്ഞു. ഫെബ്രുവരി 10-ന് വീട്ടിലെത്തിയ രാജേഷ് രഞ്ജിനിയുടെ അമ്മയെ വീട്ടിൽ നിന്ന് മാറ്റി. ഈ സമയം നോക്കിയായിരുന്നു കൊലപാതകം. രഞ്ജിനിയുടെ മാതാവിനെ ബോധപൂർവം ഈ രാജേഷ് ഈ അലയമൺ അവരുടെ സ്വന്തം നാടായ അലയമണിലെ പോസ്റ്റ് ഓഫീസിലേക്ക് എന്തോ കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്കുള്ള എന്തോ ക്ഷേമ കാര്യങ്ങൾക്കുള്ള എന്തോ രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നതിന് വേണ്ടി പറഞ്ഞയക്കുകയും അതിനുശേഷം ഈ രഞ്ജിനിയെ കൊണ്ട് ഒരു കത്ത് എഴുതിക്കുകയാണ്. ഒരു കത്ത് ഇങ്ങനെ തന്നെ വഞ്ചിച്ച ഭർത്താവിനെ എന്തോ അതുമായി ബന്ധപ്പെട്ട് ഈ രാജേഷ് കത്ത് എഴുതിക്കുകയാണ്. ഈ സമയത്താണ് അദ്ദേഹം എന്തോ ഷാർപ്പ് ആയുധം കൊണ്ട് രഞ്ജിനിയെ കഴുത്ത് കണ്ടിക്കുകയാണ്. ഒരു നൂലടയാളം പോലുള്ളൊരു ഇതാണ് അടയാളമാണ്. രക്തം മാറുന്നത് നിലത്ത് കിടക്കുകയാണ്. അഞ്ചൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്താനായില്ല. 2010-ൽ ഹൈക്കോടതി കേസന്വേഷണം CBIയെ ഏൽപ്പിച്ചു. പ്രതികളെക്കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. കഴിഞ്ഞ ദിവസം CBI ചെന്നൈ യൂണിറ്റാണ് പ്രതികളെ പോണ്ടിച്ചേരിയിൽ നിന്ന് പിടികൂടുന്നത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ കൊച്ചിയിലെത്തിച്ച് റിമാൻഡ് ചെയ്തു.